ആദ്യം തന്നെ പോകുന്ന തലസ്ഥാനത്തെ അരുങ്കൊലയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്കാണ്. വെഞ്ഞാറമൂട് അരുങ്കൊലകൾ നടത്തിയ പ്രതി അഫാൻ ലഹരിക്കടിമയെന്ന പോലീസിന്റെ കണ്ടെത്തൽ. ഏതുതരം രാസലഹരിയാണെന്ന് കണ്ടെത്താൻ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചു. എന്നാൽ കൊലയുടെ കാരണം എന്ത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കൂട്ടക്കൊല അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അഫാന്റെ കൊലവിളി യാത്രയുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇരകളായവർക്ക് നാട് കണ്ണീരോടെ വിട നൽകി. അഞ്ച് അരുങ്കൊലകളുടെ പകൽ പിന്നിട്ടതിന്റെ പകപ്പിൽ നിന്ന് വെഞ്ഞാറമൂട് ഇനിയും മുക്തമായിട്ടില്ല. രാവിലെ തന്നെ അഫാൻ കൊന്നുതള്ളിയ 5 പേരുടെയും വീടുകളിൽ പോലീസ് സംഘമെത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. ഫോറൻസിക് സംഘവും വിദഗ്ധ പരിശോധന നടത്തി. അഫാന്റെ പേരുമലയിലെ വീട്ടിൽ നിന്ന് 5 പേരെയും തലക്കടിച്ച് കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തി. വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. എന്നാൽ അഫാന്റെ മുഖം ഓർക്കുന്നില്ലെന്ന് കടയുടമ പറഞ്ഞു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പോകുന്നെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകും, അങ്ങനെ സമയത്ത് ഇവരാരും കൊടുത്തിട്ടില്ല, അങ്ങനെ വിറ്റിട്ടുമില്ല എൻ്റെ ഓർമ്മയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. പെറ്റമ്മയെയും കുഞ്ഞനുജനെയും കൊല്ലുന്ന പൈശാചികതയിലേക്ക് അഫാൻ എത്തിയത് ലഹരിയുടെ സ്വാധീനത്തിലാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇത് തിരിച്ചറിയാനായി രക്തം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ 1 മാസമായി മദ്യപിക്കാറുണ്ടെന്നും മറ്റ് ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും അഫാൻ മൊഴി നൽകി. ഇത് ലഹരി എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ സൂചനകൾ എന്താ കിട്ടിയിരിക്കുന്നത്? അത് സയന്റിഫിക് എവിഡൻസിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ലഹരി അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. എങ്കിലും എന്തിന് അഫാൻ ഈ കൂട്ടക്കൊല ചെയ്തതെന്ന കാര്യത്തിൽ പോലീസിന് പൂർണ്ണ വ്യക്തതയില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ വലച്ചിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി. പെൺസുഹൃത്ത് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മോട്ടീവിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അതിപ്പോൾ പ്രതി വിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞ അഫാൻ ഇപ്പോഴും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. 8 വർഷം മുമ്പും അഫാൻ എലിവിഷം കഴിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ ഓർത്തെടുക്കുന്നു. മൊബൈൽ വാങ്ങിത്തന്നില്ലെന്ന് പറഞ്ഞാണ് അന്ന് എലിവിഷം കഴിച്ചത്. സ്കൂൾ കാലയളവിലും അഫാൻ പ്രശ്നക്കാരനായിരുന്നുവെന്ന് അന്നത്തെ അധ്യാപകൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവിടെയൊക്കെ പഠിച്ചിരുന്നപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സ്കൂളിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ, അടിപിടിയല്ല സാറവരൊക്കെ ബുദ്ധിമുട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ. അഫാന്റെ അച്ഛന് വൻ സാമ്പത്തിക പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അച്ഛൻ വിദേശത്ത് ബിസിനസ് നടത്തി പൊളിഞ്ഞു. പണത്തിനായി അഫാനും പരക്കം പാച്ചില്ലായിരുന്നു. പൊറോട്ട വാങ്ങുന്ന കടയിൽ പോലും 2 ആഴ്ചയായി കടം പറഞ്ഞു. വൈകുന്നേരങ്ങളിൽ വന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട്. ആദ്യം പൈസകൾ തരുമായിരുന്നു. ഇപ്പം 3 ആഴ്ചയിൽ വരുമ്പോഴേക്ക് പൈസ പെൻഡിങ് ആണ്. ഗൂഗിൾ പേ അയക്കാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. ഒരു സൈക്കോപാത്ത് ക്രിമിനലിന്റെ സകല പൈശാചികതയോടെയും അഫാൻ നടത്തിയ യാത്രയുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. രാവിലെ 10:30 ആദ്യ കൊലപാതക ശ്രമം. പേരുമലയിലെ വീട്ടിൽ വെച്ച് അമ്മ ഷമിയെ കഴുത്തിൽ ഷാൾ കുരുക്കി നിലത്തടിച്ചു. തലപൊട്ടി ചോര വാർന്നു കിടക്കുന്ന ഷമി മരിച്ചെന്ന് കരുതി വീട്ടിൽ അടച്ചിട്ട് 25 കിലോമീറ്റർ അകലെയുള്ള സൽമാ ബീവിയുടെ വീട്ടിലേക്ക് പോയി. വല്യുമ്മ സൽമാ ബീവിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നത് ഉച്ചയ്ക്ക് 1:15. സൽമാ ബീവിയുടെ സ്വർണ്ണമാല കൈക്കലാക്കി വെഞ്ഞാറമൂട്ടിലെത്തി അത് പണയം വെച്ചു. ഈ പണം ഉപയോഗിച്ച് ബൈക്കിൽ പെട്രോൾ അടിച്ചു. ഇതിനുശേഷമാണ് എസൽപുരത്തുള്ള ബന്ധുവീട്ടിലെത്തി പിതാവ് റഹീമിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദ ബീഗത്തെയും അതേ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നത്. 13 വയസ്സുകാരനായ അനിയൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കുഴിമന്തിയും വാങ്ങിയാണ് പ്രതി തിരികെ വീട്ടിലെത്തിയത്. അനിയന് മന്തി കൊടുത്തതിന് ശേഷം അവനെയും നെറ്റിക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. ഇതിനിടെ വീട്ടിലെത്തിയ പെൺസുഹൃത്ത് ഫർസാനയെ മുകളിലത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കസേരയിലിരിക്കുമ്പോൾ തലക്കടിച്ച് കൊന്ന നിലയിലായിരുന്നു ഫർസാനയുടെ മൃതദേഹം. മുഖം തിരിച്ചറിയാനാകാത്ത വിധം ചുറ്റികയ്ക്കടിച്ച് വികൃതമാക്കിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കൂട്ടക്കൊല അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനം. കൂട്ടക്കൊലക്കിരകളായ അബ്ദുൽ ലത്തീഫിന്റെയും ഭാര്യ സാജിദ ബീഗത്തിന്റെയും സൽമാ ബീവിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പാങ്ങോട് മസ്ജിദിൽ എത്തിച്ച് സംസ്കരിച്ചു. അഫ്സാന്റെ മൃതദേഹം പേരുമല ജംഗ്ഷനിലെ പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കരിച്ചത്. ഫർസാനയുടെ സംസ്കാരം ചിറയിൻകീഴ് കാട്ടുമുറക്കൽ മസ്ജിദിൽ നടന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.